മൂന്നാം തുടർ ഭരണത്തിൽ കണ്ണുവച്ച എല്ലാ ജനവിഭാഗങ്ങളെയും കയ്യിലെടുക്കാൻ വമ്പൻ പ്രഖ്യാപനങ്ങളുമായാണ് ഇന്ന് ബജറ്റ് പ്രഖ്യാപിച്ചതിനെ ഇലക്ഷൻ ബജറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ചുരുക്കി പറയാം. ജനമനസ്സിൽ തൊടാൻ റോഡ് അപകടത്തിൽപ്പെടുന്നവർക്ക് സൗജന്യ ചികിത്സ, സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ്, ഡിഗ്രി വരെ സൗജന്യ പഠനം എന്നിവ ബജറ്റ് പ്രഖ്യാപനങ്ങളായി. ശമ്പള പരിഷ്കരണ കമ്മീഷനും ഒടുവിൽ തീരുമാനമായി. എന്നാൽ മോഹിപ്പിക്കുന്ന പ്രഖ്യാപനങ്ങൾക്കുള്ള പണം കണ്ടെത്തൽ, നികുതിയല്ലാത്ത മാർഗങ്ങൾ ബജറ്റിൽ ഇല്ല. 10 വർഷം മുമ്പുള്ള കേരളമല്ല ഇന്നത്തെ കേരളം. എല്ലാ മേഖലകളിലും കേരളം പുതിയ നോർമൽ, ന്യൂ നോർമൽ സൃഷ്ടിച്ചിരിക്കുകയാണ്. കയ്യഴിഞ്ഞ് വികസനവും ക്ഷേമവുമാണ് ന്യൂ നോർമൽ എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ബജറ്റിലൂടെ പ്രഖ്യാപിക്കുമ്പോഴും കഴിഞ്ഞ 5 ബജറ്റുകൾ ജനങ്ങളിൽ ഭാരമേൽപ്പിച്ചിരുന്നു. ഫൈനൽ ബജറ്റിൽ വോട്ട് കണ്ണുവെച്ചുള്ള ന്യൂ നോർമലാണ്. കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും ജീവിതത്തെ തൊടുന്ന സുപ്രധാന പ്രഖ്യാപനം 3 എണ്ണമാണ്. റോഡ് അപകടങ്ങളിൽ പെടുന്നവർക്കെല്ലാം സൗജന്യ ചികിത്സ നൽകുന്ന ലൈഫ് സേവർ പദ്ധതിയാണ് ഒന്നാമത്തേത്. റോഡ് അപകടത്തിൽപ്പെട്ട് ചികിത്സ തേടുന്ന ആളുകൾക്ക് ആദ്യത്തെ 5 ദിവസം പണരഹിത ചികിത്സ നൽകുന്ന ഒരു പദ്ധതി സർക്കാർ പ്രഖ്യാപിക്കുകയാണ്. സർക്കാർ ആശുപത്രികളിലും തെരഞ്ഞെടുക്കപ്പെട്ട സ്വകാര്യ ആശുപത്രികളിലും ഈ സൗകര്യം ഉണ്ടാവും. 1 മുതൽ 12 വരെയുള്ള ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കേരളത്തിൽ ആദ്യമായി അപകട ഇൻഷുറൻസ് സർക്കാർ പ്രഖ്യാപിച്ചു. രണ്ടാമത്തേത് സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതി. ഇതിനായി 15 കോടി രൂപ ബജറ്റിൽ മാറ്റിവെക്കുന്നു. സൗജന്യ പ്രാഥമിക വിദ്യാഭ്യാസം എന്ന വിപ്ലവകരമായ സമ്പ്രദായം ഇനി ആർട്സ് ആൻഡ് സയൻസ് ബിരുദ പഠനം വരെയാക്കി. മൂന്നാമത്തേത് ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കുകയാണ്. ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്നതിൽ രോഷാകുലരായ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും കുടുംബങ്ങളുടെ വോട്ട് കണ്ടുവച്ച് അവസാന ബജറ്റിൽ കൈയഴിഞ്ഞിട്ടുണ്ട്. പങ്കാളിത്ത പെൻഷൻ പിൻവലിച്ച് ഉറപ്പുള്ള പെൻഷൻ പദ്ധതി ഏപ്രിൽ 1 മുതൽ നടപ്പാക്കുമെന്ന് ബജറ്റിലെ പ്രധാന പ്രഖ്യാപനമായി. അവസാന അടിസ്ഥാന ശമ്പളത്തിന്റെ 50% തുക പരമാവധി പെൻഷനായി ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുകയും DR അനുവദിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. എന്നാൽ ഈ സർക്കാരിന്റെ കാലത്ത് ശമ്പള വർധന വേണ്ടാത്ത വിധമാണ് ബജറ്റിലെ ശമ്പള പരിഷ്കരണ കമ്മീഷന്റെ പ്രഖ്യാപനം. ഇക്കൊല്ലം കൊടുക്കാനുള്ള DA DR മാർച്ചിൽ കൊടുക്കും. പക്ഷേ കുടിശ്ശിക ബാധ്യത അടുത്ത സർക്കാരിന്റെ തലയിലായി. 12ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ പ്രഖ്യാപിക്കുകയാണ്. റിപ്പോർട്ട് 3 മാസം കൊണ്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും സമയബന്ധിതമായി നടപ്പിലാക്കുകയും ചെയ്യും. DAയുടെയും DRന്റെയും കുടിശ്ശിക ഘട്ടം ഘട്ടമായി കൊടുത്തു തീർക്കും. ജീവനക്കാരുടെ ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് സ്കീം പുനഃസ്ഥാപിക്കും. ആശാ വർക്കർമാരുടെ സമരത്തോട് മുഖം തിരിച്ച സർക്കാരിന് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ആശമാരടക്കമുള്ള അടിസ്ഥാന സേവന വിഭാഗങ്ങൾ വേണം. അംഗനവാടി വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെയും ഹെൽപ്പർമാരുടെ പ്രതിമാസ വേതനത്തിൽ 500 രൂപയുടെയും വർധനവ് വരുത്തുന്നു. ആശാ വർക്കർമാരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് വരുത്തുന്നു. പ്രീ പ്രൈമറി അധ്യാപകരുടെ പ്രതിമാസ വേതനത്തിൽ 1000 രൂപയുടെ വർധനവ് ഏർപ്പെടുത്തുന്നു. കേരളത്തിലാകെ വ്യാപിച്ചു കിടക്കുന്ന തൊഴിൽ മേഖലയായ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഇന്ന് വരെ ഒരു ബജറ്റിലും കണ്ടിട്ടില്ലാത്ത പരിഗണന നൽകിയിട്ടുണ്ട്. ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ വാങ്ങുന്നതിനായി തെരഞ്ഞെടുത്ത പൊതുമേഖലാ ബാങ്കുകൾ വഴി എടുക്കുന്ന വായ്പകൾക്ക് 2% പലിശ ഇളവ് നൽകും. ക്ഷേമ പെൻഷൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് 2000 രൂപയിൽ എത്തിച്ചതിനാൽ LDFന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനമായ 2500 രൂപയിലേക്ക് ഉയർത്തിയിട്ടില്ല. പക്ഷേ പെൻഷൻ മുടങ്ങില്ലെന്ന് ഉറപ്പാക്കാനുള്ള പ്രഖ്യാപനമുണ്ട്. ക്ഷേമ പെൻഷൻ നൽകുന്നതിനായി 14,500 കോടി രൂപ വകയിരുത്തുന്നു. നേരത്തെ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷ, കണക്ട് വർക്ക് പദ്ധതികൾക്ക് തുക പ്രഖ്യാപിച്ച് മുന്നോട്ട് തന്നെയാണെന്ന് സർക്കാരിന്റെ ബജറ്റിലെ പ്രഖ്യാപനം. സ്ത്രീ സുരക്ഷാ പദ്ധതിക്ക് 3720 കോടി രൂപ വകയിരുത്തുന്നു. മുഖ്യമന്ത്രിയുടെ കണക്ട് വർക്ക് സ്കോളർഷിപ്പ് പദ്ധതിക്കായി 400 കോടി രൂപ മാറ്റിവെക്കുന്നു. വോട്ട് മോഹിച്ച് ബജറ്റിൽ വാരിക്കോരി കൊടുക്കുമ്പോഴും പണം കണ്ടെത്താൻ പുതിയ മാർഗങ്ങളില്ല. തെരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ട് തന്നെ കഴിഞ്ഞ ബജറ്റുകൾ പോലെ സെസ്സായും ഫീസായും ജനത്തിനുമേൽ അധിക ഭാരം ഏൽപ്പിച്ചിട്ടില്ല. ബജറ്റിലെ സർക്കാരിന്റെ വരവ് 1,82,000 കോടി രൂപയാണ്. ചെലവ് 2,17,000 കോടി രൂപയും. നികുതി വരുമാനത്തിലാണ് പ്രതീക്ഷ മുഴുവൻ. 73,002 കോടി രൂപയുടെ നികുതി വരുമാനം 2025-26 83,731 കോടിയാകുമെന്ന കണക്കുകൂട്ടലിലാണ് എല്ലാം ഉള്ളത്. അതുകൊണ്ടാണ് ബജറ്റ് പ്രസംഗത്തിലെ അവസാനം വിഭവസമാഹരണം 2 പേജുകളിൽ ഒതുക്കിയത്. GST കുടിശ്ശിക പിരിവിലും ഫ്ലഡ് സെസ് പിരിക്കലിലും എല്ലാം ഒതുക്കി. ഇലക്ഷൻ കണ്ണുവെച്ചുള്ള ബജറ്റാണെന്ന വിമർശനവും അതിനാലാണ്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.